US സംഘർഷം ശക്തമാകുന്നതിനിടെ ഇറാന്റെ കരുത്തുറ്റ സായുധ സേന വിഭാഗമായ റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. ഡിസംബർ അവസാനം ആരംഭിച്ച ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനിടെ 6000-ലേറെ പേരെ കൊല്ലപ്പെടുത്തിയെന്ന് കാട്ടിയാണ് നീക്കം. ഇന്നലെ ബ്രസീലിൽ ചേർന്ന EU വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലാണ് നിർണായക തീരുമാനത്തിലെത്തിയതെന്ന് EU വിദേശ മേധാവി കാജ കല്ലാസ് അറിയിച്ചു. ഇതോടെ EUവിന്റെ പരിധി വരുന്ന റവല്യൂഷണറി ഗാർഡിന്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഫണ്ടുകളും കണ്ടുകിട്ടും. ഗാർഡിനെ EU പൗരന്മാരെ കമ്പനികളോ സഹായിക്കാൻ പാടില്ല. ഗാർഡ് അംഗങ്ങൾക്ക് 27 EU രാജ്യങ്ങൾ യാത്രാവിലക്കും ബാധകമാക്കി. അൽ ഖ്വയ്ദ, ISS, ഹമാസ് തുടങ്ങിയ ഗ്രൂപ്പുകളെ EU നേരത്തെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതേസമയം ഇറാൻ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമേനി, പ്രോസിക്യൂട്ടർ ജനറൽ മുഹമ്മദ് മൊവാഹാദി ആസാദ് എന്നിവർ അടക്കം 15 ഇറാനിയൻ ഉദ്യോഗസ്ഥർക്കും 6 സ്ഥാപനങ്ങൾക്കും EU ഉപരോധം ചുമത്തുകയും ചെയ്തു. ഇറാനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അക്രമ ഭീഷണി ആവർത്തിക്കുന്നതിനിടെയാണ് EUവിന്റെ നീക്കം. USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനിയുടെ നേതൃത്വത്തിൽ USന്റെ വമ്പൻ നാവിക സന്നാഹം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആണവ കരാറിലെത്താൻ ഇറാൻ USുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും മറിച്ചാൽ ആക്രമിക്കുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. ഏത് പ്രകോപനത്തെയും നേരിടാൻ രാജ്യത്തെ സായുധ സേനകൾ സജ്ജമാണെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ട്രംപ് ഭീഷണി ആവർത്തിച്ച പിന്നാലെയാണ് പ്രതികരണം. ഇറാന്റെ തിരിച്ചടി ദ്രുതഗതിയിലും ശക്തവുമായിരിക്കുമെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും മുന്നറിയിപ്പ് നൽകി. അതേസമയം സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ മുതിർന്ന ഇസ്രായേലി, സൗദി അറേബ്യൻ നയതന്ത്രജ്ഞർ USലെത്തി. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധക്കാർക്ക് നേരെ നടത്തിയ അക്രമാസക്തമായ അടിച്ചമർത്തലും റഷ്യയ്ക്ക് നൽകുന്ന പിന്തുണയിലും പ്രതിഷേധിച്ച് ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാർ തീരുമാനിച്ചു. പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നേതൃത്വം നൽകിയ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യം വെച്ചാണ് ഈ നടപടി. ഇറാനിലെ സായുധ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ ഭീകര സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന കാര്യത്തിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ രാഷ്ട്രീയ ധാരണയായി എന്നാണ് റിപ്പോർട്ടുകൾ. ISS, അൽ ഖ്വയ്ദ തുടങ്ങിയ സംഘടനകൾക്കൊപ്പം IRGCയെയും ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഇറാനോടുള്ള യൂറോപ്പിന്റെ സമീപനത്തിൽ വലിയ മാറ്റമുണ്ടാകും. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ നേരത്തെ ഈ നീക്കത്തിനെ എതിർത്തിരുന്നെങ്കിലും ഇറാനിലെ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ കണക്കിലെടുത്ത് ഇപ്പോൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. 1979 വിപ്ലവത്തിന് ശേഷം രൂപീകരിച്ച IRGCയെ ഇറാനിലെ സാമ്പത്തിക, സൈനിക മേഖലകളിൽ വലിയ സ്വാധീനമുള്ള വിഭാഗമാണ്. ഇറാനിലെ ബാലിസ്റ്റിക് മിസൈലുകൾ, ആണവ പദ്ധതികളുടെ ചുമതലയും ഇവർക്കാണ്. ആണവ ആയുധങ്ങൾ ഉപേക്ഷിക്കാനുള്ള കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറാവാത്ത പക്ഷം അടുത്ത ആക്രമണം വളരെ രൂക്ഷമായിരിക്കുമെന്നാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ